പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വർഷ ശ്രീകാന്തിൻ്റെ മനസ്സിലേക്ക് തീ ഇങ്ങനെ കയറ്റി കൊടുക്കണം. കാരണം നിങ്ങളുടെ അച്ഛൻ 2 അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ളതാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉയർത്തി വന്ന കമ്പനിയുടെ തലപ്പത്ത് അവൻ വന്നിരിക്കും. അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? വേദ എൻ്റെ ആങ്ങള ദർശന വിവാഹം കഴിച്ചിരുന്നുണ്ടെങ്കിൽ ഇതൊന്നും എനിക്ക് പറയേണ്ടി വരില്ലായിരുന്നു. എല്ലാം നമുക്ക് തന്നെ ഉള്ളതല്ലേ. ഇപ്പം അങ്ങനെയല്ലല്ലോ. അച്ഛൻ അങ്ങനെ ചെയ്യുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അച്ഛൻ ചെയ്യില്ല. പക്ഷെ അച്ഛന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ചെയ്യും. നിങ്ങളുടെ അമ്മ ചെയ്യും, മുത്തശ്ശി അത് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കട്ടെ എന്നിങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട്. പിന്നീട് വേദ സ്വയം ഓയിൽമെൻറ്റൊക്കെ പുരട്ടിണിരുന്നിട്ട് ആ സമയത്ത് നന്ദിനി വരുന്നുണ്ട്. നന്ദിനി എടുത്തിയാ വായോ, ഞാൻ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുകയായിരുന്നു. എന്തിനാ നീ എന്നെ ആലോചിക്കണേന്ന് ചോദിക്കും. അത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ ആലോചിക്കൂലേ. എന്ത് പ്രധാനപ്പെട്ട കാര്യം? അല്ല, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കായിരുന്നു. ഞാനും വിക്രമും കൂടി ഇന്നലെ ഒളിച്ച് കളി കളിച്ചതൊക്കെ. അപ്പോൾ ആ സമയത്ത് അത് ഞാൻ പറയാമെന്ന് വിചാരിച്ചാണ് എന്ന് പറയും. ഞാനേ നിൻ്റെ മുറി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നീ കുപ്പിയിലാക്കിയ അമ്മ പറഞ്ഞിട്ട് വന്നതാണ്, അല്ലാണ്ട് നിൻ്റെ കളിച്ചിരി കേൾക്കാൻ വന്നാലാന്ന് പറയും. എന്നാലും ഞങ്ങൾ രണ്ടാളും കളിച്ചതും ഞങ്ങൾ ഭക്ഷണം വെച്ച് കഴിച്ചതും പിന്നെ എല്ലാം പറയട്ടെ, മറ്റേത് പറയട്ടെ എന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിൻ്റെ ഒന്നും എനിക്ക് കേൾക്കണ്ട എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടു നന്ദിനി ചാടി തുള്ളി പോകണം. പിന്നീട് ശ്രീനിവാസ സാറിൻ്റെ വീഡിയോ കാണിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കോണിംഗ് ബെല്ലടി കേൾക്കും. ഞാൻ പോയി നോക്കാം, നിങ്ങളവിടെ ഇരുന്ന് കഴിക്കാൻ പറയും. അങ്ങനെ വാതിലിൻ്റെ ചെറിയ ഡോറിലൂടെ നോക്കുമ്പോൾ വിക്രമാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അവളാരത്തേക്ക്. ഞാൻ ആളാരത്തി പറയുന്നു, അതേ വിക്രം വന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ സ്നേഹത്തോടെ വിളിക്കുന്നു. അപ്പോൾ ആൾ ചാടി എഴുന്നേൽക്കാൻ നോക്കുന്നുണ്ട്. വേണ്ട, അവനിങ്ങോട്ട് വരും എന്ന് പറഞ്ഞ് വായോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നിന്നെ ഞാൻ നോക്കിയിരിക്കുന്നു, സാറൻ തന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞ് വാ ഇരിക്കടാന്ന് പറയും. സാർ ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാന്ന് പറയും. എന്താണ്ടാ അങ്ങനെ, നിനക്ക് എന്നോട് പിണക്കമാണോ എന്ന് ചോദിക്കും. എന്ത് പിണക്കം, സാർ എന്താ അങ്ങനെ പറയണേ? എന്നാൽ നീ ഇരിക്കും, നീയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറയും. അപ്പോൾ ചേച്ചി നിർബന്ധിക്കുന്നു, ബായ വിക്രം നീ കഴിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ വിക്രം വേഗം വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് ഭക്ഷണം കൊടുക്കണ്. സാറേ, നിനക്ക് എന്നോട് വിഷമമാണല്ലേ, നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് 101% എനിക്ക് അറിയായിരുന്നു. എന്നിട്ട് നിന്നെ എനിക്ക് സ്റ്റേഷനിൽ വന്നിറക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സാർ അത് അവിടേക്ക് വരല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പെടുത്തിയതാണെങ്കിലും അത് പെണ്ണ് കേസല്ലേ സാറേ, അതുകൊണ്ട് തന്നെ സാർ അതിൽ ഇടപെടാതിരുന്നാണ് നന്നായി എന്ന് പറഞ്ഞപ്പോൾ കണ്ട വിക്രമിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. അതല്ലടാ, നീ പാർട്ടിയുടെ ഒരു തലപ്പത്തിരിക്കാൻ പോകുമല്ലേ, അത് പറയാൻ കൂടിയാണ് ഞാൻ വന്നത് സാറേ. എനിക്കതൊന്നും വേണ്ട, ഞാൻ സാറിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. സാർ എന്താവശ്യത്തിന് എന്നെ വിളിച്ചാലും ഞാൻ വരും. അല്ലാണ്ട് പാർട്ടിയും മറ്റുള്ള കാര്യങ്ങളായിട്ട് എനിക്ക് താല്പര്യമില്ല. ഞാനത് സെറ്റാവില്ല സാറേ, എന്നെ അതിൽ വെറുതെ വിട്ടേക്കെന്നൊക്കെ പറയും. ശ്രീനിവാസൻ്റെ ഭാര്യയ്ക്ക് വല്ലാത്ത സന്തോഷമാവും. പിന്നെ സാർ എന്താ എന്നെ കാണണം എന്ന് പറഞ്ഞു, എന്താ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഇല്ലടാന്ന് പറയും. ഉണ്ട് വിക്രം, ഞാൻ പറയാമെന്ന് പറയും. എന്താ ചേച്ചി പറയാമെന്ന് പറയും. എടാ നിനക്കറിയാലോ മാർക്കറ്റിൽ നമ്മളെ കുറേ പണം കൊടുത്തിട്ടുണ്ടെന്ന്. അത് കറക്റ്റായിട്ട് പിരിക്കുന്നില്ല. എവിടെ നിന്ന് പുളിക്കരാ മറ്റുള്ളവരോ പോയാലൊന്നും അതൊന്നും കിട്ടില്ല. അത് നീ പോകുമ്പോൾ കിട്ടുന്ന പോലെ ആരും അത് അത് ശരിയാക്കി തരുന്നില്ല, അത് കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. അതെയോ, അത് ചേച്ചി പേടിക്കണ്ട, അത് സാറും പേടിക്കണ്ട, അത് ഞാനേറ്റ് ആ പൈസ ഒക്കെ കറക്റ്റായിട്ട് ഞാൻ മേടിച്ച് തരാമെന്ന് പറയും. അപ്പോൾ വിക്രമിനെ അങ്ങനെ ഒരു കൂലിത്തല്ലുകാരനാക്കാൻ എന്തായാലും നമ്മുടെ ശ്രീനിവാസന് ഇഷ്ടമില്ല. പക്ഷേ ഭാര്യ ഒന്നും ഇതൊന്നുമില്ല, നമ്മുടെ വിക്രമിനെ അടിമയാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് രാത്രിയായി. വിക്രം വരുന്നുണ്ട്. വിക്രം വന്നപ്പോൾ അടുക്കളയിൽ നിന്ന് നമ്മുടെ കമലാമ്മ എല്ലാ പണികളും കഴിച്ച് തുടച്ചൊക്കെ നിൽക്കായിരുന്നു. അപ്പോൾ അവൻ വരുന്നു കഴിഞ്ഞപ്പോൾ വിക്രം വേഗം ഹെൽമെറ്റൊക്കെ എടുത്ത് പുറത്ത് വെച്ച് നീ വന്നോ എന്ന് പറയും. ഞാൻ ഉറങ്ങണേക്കാൾ മുന്നേ വന്നത് നന്നായി, വാ ഞാൻ കഴിക്കാൻ വിളമ്പാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട അമ്മ, ഞാൻ കഴിച്ചു എന്ന് പറയും. 7 മണിയായപ്പോൾ കഴിച്ചു. അതെയോ, എന്നാൽ നീ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും. എന്താ അമ്മയെന്ന് ചോദിക്കും. നീ ഇങ്ങോട്ട് വാടാ, ഒരു കാര്യം പറയട്ടെ എന്ന് പറയും. അവൾക്ക് നല്ല വേദനയുണ്ട്. ഞാൻ കാലത്ത് മുറിവെണ്ണയൊക്കെ പറ്റി ഒഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കിടക്കാൻ നേരത്തെ ഒരു മുറിവെണ്ണയും കൂടെ തേച്ച് കൊടുക്കണം കേട്ടോ, എന്നെ കൊണ്ടൊന്നും പറ്റുമെന്നില്ല എന്ന്. പിന്നെ നീ അല്ലാണ്ട് വേറെ ആരുണ്ടോ ചെയ്യാന്ന് പറയും. അമ്മ ഒന്ന് പോയേ, അതോ ഞാനൊന്നും ചെയ്യുന്നില്ല, അവൾക്ക് ഇത്രയും നാക്കുണ്ടല്ല, സ്വന്തമായിട്ട് ചെയ്യട്ടെ എന്ന് പറയും. ശുഭനെ കൊണ്ട് ഞാൻ തോറ്റ് എന്ന് പറഞ്ഞ് കമലാമ്മ അകത്തേക്ക് പോകും. പിന്നീട് വിക്രം മുറിയിലേക്ക് വരുമ്പോൾ വേദന നല്ല ഉറക്കമായിരിക്കുള്ളൂ. വേദന കാണുമ്പോൾ ചെറിയൊരു സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും പുറമേ ഉള്ളവരോടൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. വേദ ഉറങ്ങണത് നോക്കി 2-3 മിനിറ്റ് അവിടെ നിൽക്കും. പിന്നീട് വേദന തന്നെ പായൊക്കെ എടുത്ത് താഴെ വിരിച്ച് വിക്രം മൊബൈലിലൊക്കെ നോക്കി 2 മിനിറ്റ് കിടന്നിട്ട് പിന്നീട് വിക്രം കിടന്ന് ഉറങ്ങാൻ നോക്കണം. അപ്പോൾ വേദയ്ക്ക് ഇച്ചിരി വേദനയൊക്കെ ഉണ്ട്, ഇങ്ങനെ ഞരങ്ങണം മൂണൊക്കെ ഉണ്ട്. അപ്പോൾ സമയത്ത് സുധാകരൻ മാഷ് എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ. അപ്പോൾ കമലാമ്മ വരും. വിക്രം വന്നല്ലേ എന്ന് ചോദിക്കും. വന്ന്. ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. വേദനയുണ്ട് എന്ന് പറയും. നീ അവനോട് ആ കുട്ടിയൊക്കെ കാലിൽ തൈലിട്ട് കൊടുക്കാൻ പറഞ്ഞല്ലേ, അത് വേണ്ടായിരുന്നു. അവൻ ആ കുട്ടിയുടെ കാല് ഒടിച്ചു വയ്ക്കും.
നിനക്കൊന്നും വേറെ പണിയില്ല അവനോട് പറയാൻ. നീ ഒരു കാര്യം ചെയ്യും, നാളെ ആ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പറയും. നിങ്ങൾ തന്നെയാണ് ഈ പറയണേ. പിന്നെ അല്ലാണ്ട് നമ്മളെ വീട്ടിൽ താമസിക്കുന്ന ഒരു കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്. നീ കൊണ്ടുപോകുന്നപ്പോൾ അത് കുഴപ്പമില്ല, അത്രയ്ക്കൊന്നുമില്ല, 2-3 ദിവസം മുറിവെണ്ണ തേച്ച് വെച്ചാൽ ശരിയാവും പറയും. എന്നാൽ എൻ്റെ കാലുളുക്കിയപ്പോൾ ഉണ്ടായിരുന്നൊരു മരുന്ന് ഇവിടെ ഉണ്ട്, ടർപ്പൻ്റ്, അത് കൊണ്ടുപോയി നീ കൊടുക്കണം നാളെ രാവിലെ, അത് പുരട്ടാൻ പറയണം എന്നും പറയുന്നുണ്ട്. പിന്നീട് രാവിലെ ഇനി കാണിക്കുന്നത് വിക്രത്തിനെ കാണുന്നില്ല. വേദനയെങ്കിൽ മേശയിൽ എന്തോ ഓയിൽമെൻ്റ് മറ്റും എടുക്കാൻ വേണ്ടി ഇങ്ങനെ കൈ നീട്ടുന്നുണ്ട്. അപ്പോൾ വിക്രം അകത്തേക്ക് വരുമ്പോൾ വേതാളം എഴുന്നേറ്റോ എന്ന് ചോദിക്കും. ആ എഴുന്നേറ്റ് എന്ന് പറയും. രാത്രി നല്ല വേദന ആയതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലേ? അതെ, ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല എന്ന് പറയും. നിന്റെ ജീവിതകാലം മുഴുവൻ നീ ഇങ്ങനെ വേദന എടുത്ത് ഉറങ്ങാതിരിക്കട്ടെ ഡി എന്ന് പറയും. ഇതേ നന്ദി എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾക്ക് ഉണ്ടോ മനുഷ്യാന്ന് ചോദിക്കും. എന്ത് ഞാൻ നിന്നോട് നന്ദി കാണിക്കേണ്ടതെന്ന് ചോദിക്കും. എൻ്റെ സ്ഥാനത്ത് ശ്രീനിവാസനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എടുത്ത് തോളിൽ വെച്ചേനേലെന്ന് ചോദിക്കും. എന്തെങ്കിലും പറയുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി, വെറുതെ ശ്രീനി സാറിൻ്റെ മേത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അല്ല നിനക്ക് പെണ്ണ എൻ്റെ നിന്ന് കിട്ടുമെന്ന് പറയും. നന്ദി ഇല്ല എന്ന് പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. നിങ്ങൾ എത്ര തവണ നിങ്ങളെ ഞാൻ ജയിലിൽ നിന്ന് ഇറക്കി, അതൊക്കെ നിൻ്റെ വീട്ടുകാർ കാരണമാണ്, അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ല. അപ്പോൾ രാത്രി ആ പെണ്ണിനെ കയറി പിടിക്കാൻ പോയതോ? അപ്പോൾ വിക്രം ദേഷ്യം വരുന്നുണ്ട്, അടിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ പോട്ടെ, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കട്ട് തിന്നില്ല, അതെങ്കിലും ആലോചിച്ചൂടെ, അപ്പോഴെങ്കിലും നന്ദി ഉണ്ടോ എന്ന് ചോദിക്കും. നിനക്കിപ്പോൾ ഞാൻ എന്താ ചെയ്ത് തരുന്നതെന്ന് ചോദിക്കും. മസാജ് ചെയ്ത് തരണോ അല്ലേ, ഇങ്ങോട്ട് കൊണ്ടാ എന്ന് പറയും. അങ്ങനെ വിക്രം ദേഷ്യത്തോടെ വേദന കാലിൽ ഇങ്ങനെ മരുന്നിട്ട് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ആ മരുന്ന് ഇടുന്നുണ്ട്. അപ്പോൾ ഇത്തിരി വേദനയൊക്കെ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വഭാവം വെട്ടുപോത്തിൻ്റേതാണെങ്കിലും അത് എന്നോട് കാണിക്കരുതിട്ട്, എൻ്റെ കാലിനോട് പ്രത്യേകിച്ച് കാണിക്കരുത്. നിങ്ങൾ മര്യാദയ്ക്ക് നല്ല സോഫ്റ്റായിട്ട് ഉഴിഞ്ഞതായോ എന്ന് പറയും. അപ്പോൾ വിക്രം എന്തായാലും അത് കേൾക്കാൻ അനുസരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഓയിൽമെൻ്റൊക്കെ എടുത്ത് അതിൻ്റെ വിക്രം വേദയുടെ കാലുമ്മൽ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. വേദനയെങ്കിൽ അത് നല്ല സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.